പറയട്ടെ, ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുള്ള തഴക്കവും പഴക്കവും കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് കണ്ടുപിടിച്ച പ്രോഡക്റ്റ് ഒന്നുമല്ല. നിങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇതിൻ്റെ പരസ്യം കണ്ട് വളർന്ന ആളുകളായിരിക്കും. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. മാത്രമല്ല നമ്മുടെ എൻ്റെ ഫേഷ്യൽ സ്കിന്നിൻ്റെ പല ഭാഗത്തും പല ടെക്സ്ചറാണ്. മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഓയിലി ആയിട്ടിരിക്കും. ഫോർഹെഡ് ഭയങ്കര ഡ്രൈനെസ് തോന്നിക്കും ചില സമയങ്ങളിൽ. അതുകൊണ്ട് തന്നെ വിപണിയിൽ കിട്ടുന്ന പല മോയ്സ്ചറൈസിങ് ക്രീംസൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വലിയ ആക്നേസും പിമ്പിൾസും ഒക്കെ മുഖത്തുണ്ടാകും. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ യൂസ് ചെയ്ത് തോറ്റു കഴിഞ്ഞപ്പോൾ, ചെറുപ്പം മുതലേ കണ്ടു വളർന്ന പ്രോഡക്റ്റാണ്, ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് 4 വർഷം മുന്നേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ 101% റിസൾട്ടാണ്. ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ഇനി ഏത് സ്കിൻ ടൈപ്പാണ്, എൻ്റെ സ്കിൻ ഇത്രയും സ്യൂട്ടാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡ്രൈ ആണെങ്കിലും നോർമൽ സ്കിന്നുള്ളവർക്കൊക്കെ ഇത് പെർഫെക്റ്റ്ലി മാച്ച് ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് ഏതാണെന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഒലെ, നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ ഈ ഐശ്വര്യയുടെയൊക്കെ പരസ്യം, ഒലയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു പുള്ളിക്കാരത്തി ആദ്യം. അപ്പോൾ ഇവരുടെയൊക്കെ പരസ്യം കണ്ട് വളർന്നത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചില്ല എന്നുള്ള കാര്യം ഈ ഫസ്റ്റ് യൂസ് കഴിഞ്ഞപ്പോൾ എന്നെ റിഗ്രറ്റ് അടുപ്പിച്ചു. കാരണം അത്രമാത്രം പെർഫെക്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്ത് ഇത് ഇത്ര ആയിട്ടുണ്ട്. ക്യാമറ ഫോക്കസ് ചെയ്യും ഇങ്ങോട്ട്, കണ്ടോ? എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്തെ ഈ പഴയ കുപ്പിയും പാത്രമൊക്കെ വെക്കുന്നിടത്ത് ഈ ഓലയുടെ ഒരു 19 ടിന്നുണ്ട്. അത്രത്തോളം യൂസ് ചെയ്തതാണ്. ബിക്കോസ് സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ഇത് യാതൊരു തരത്തിലുള്ള റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇനി ഓയിലി സ്കിൻ ആണെങ്കിലും നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്തതുപോലെ ഒന്നും ഒരു തോന്നലുമില്ല. ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഒരു ക്രീമാണിത്. എല്ലാ മോയ്സ്ചറൈസിങ് ക്രീമിലും കുറച്ച് ഓയിലി ആയിട്ടുള്ള ടെക്സ്ചറാണ്. ചിലത് ഇടുമ്പോൾ അപ്പോൾ തന്നെ അബ്സോർബായിട്ട് ഭയങ്കര ഡ്രൈനെസ് ഡൾനെസ് ഒക്കെ തോന്നിക്കും. പക്ഷേ ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ഇതിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു രീതി നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. സ്കിന്നിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കവറപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒട്ടും ഗ്രീസി ആയിട്ടുള്ളൊരു ഫീല് ഇല്ലാതെ, പക്ഷേ നമ്മുടെ സ്കിന്നിന് യാതൊരു റിയാക്ഷൻസ് ഒന്നും വരാതെ അതങ്ങനെ ഒരു നല്ലൊരു പ്രൊട്ടക്ടർ പോലെയാണ് ഈ മോയ്സ്ചറൈസർ എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഇതിനകത്ത് SPF കണ്ടൻറ്റും കൂടെ ഉള്ളതാണ് കേട്ടോ, വൈറ്റ് കളറിലെ ക്രീം. ഇതുകൂടാതെ ഒരു പിങ്ക് ബോട്ടിലും കൂടെ ഉണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഒലയുടെ പ്രോഡക്ട്സിൽ എനിക്ക് ഏറ്റവും ഞാൻ യൂസ് ചെയ്ത ഈ വൈറ്റ് ബോട്ടിലും പിന്നെ ഒരു പിങ്ക് ബോട്ടിലാണ്. ഭയങ്കര പെർഫെക്റ്റാണ്. ധൈര്യമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുക, എന്നിട്ടിത് വാങ്ങിക്കുക. ഈ വീഡിയോയുടെ എവിടെയെങ്കിലും മുകളിലോ എവിടെയെങ്കിലും ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം.